തിരുവിതാംകൂർ സഹോദരിമാർ എന്നറിയപ്പെടുന്ന അഭിനേത്രികളായ ലളിത, പദ്മിനി, രാഗിണിമാരുടെ സഹോദരന്റെ മകളാണ് ശോഭന ചന്ദ്രകുമാർ. അമ്മ വിദേശരാജ്യത്തു വളർന്ന വ്യക്തിയാണെങ്കിലും ശോഭന പൂർണ്ണമായും മലയാളം, തമിഴ് രീതികൾ പരിചരിച്ചു വളർന്ന കുട്ടിയായിരുന്നു. ചെന്നൈയിലായിരുന്നു ശോഭനയുടെ കുട്ടിക്കാലം. ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത ഏപ്രിൽ 18 ശോഭന ആദ്യമായി വെള്ളിത്തിരയിലെത്തിയത്. തുടക്കത്തിൽ മീര എന്ന പേരിലാണ് ശോഭന സിനിമയിൽ വന്നത്. 55 വയസ്സ് പ്രായമുള്ള ശോഭന ഇനിയും അവിവാഹിതയായി തുടരുകയാണ്. എന്തുകൊണ്ട് ഒരു വിവാഹത്തിന് മുതിർന്നില്ല എന്ന ചോദ്യം ശോഭന പലപ്പോഴായി അവരുടെ ജീവിതത്തിൽ നേരിട്ടിട്ടുണ്ട്. ഒരിക്കൽ പോലും വ്യക്തിഗത വിവരങ്ങളെക്കുറിച്ചോ ജീവിതത്തെക്കുറിച്ചോ സംസാരിക്കാൻ താല്പര്യപ്പെടുന്ന കൂട്ടത്തിലല്ല അവർ. ശോഭനയ്ക്ക് ഏറ്റവും ചേരുന്ന ജോഡി എന്ന് തോന്നാറുള്ള നിരവധി നായകന്മാർക്കൊപ്പം അവർ ഇതിനോടകം അഭിനയിച്ചു കഴിഞ്ഞു. അക്കാലങ്ങളിൽ വന്ന ചില ഗോസിപ്പുകൾ ശോഭനയുടെ മേൽ തെല്ലും ഏറ്റില്ല. വർഷങ്ങൾക്ക് ശേഷം ശോഭനയുടെ വിവാഹ വാർത്ത സോഷ്യൽ മീഡിയയിൽ തലപൊക്കി തുടങ്ങി. വരന്റെ പേരിൽ കാണുന്നത് അവരുടെ അമ്മായിയുടെ മകന്റെ പേരും. പ്രേമാനന്ദ് 1987 ഈ വാർത്ത. ലളിത, പദ്മിനി, രാഗിണിമാരിലെ പദ്മിനിയുടെ മകനാണ് പ്രേമാനന്ദ്. ഇദ്ദേഹം നടൻ മധു സംവിധാനം ചെയ്ത ഉദയം പടിഞ്ഞാറ് എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. മധു, ശ്രീവിദ്യ, പ്രേം നസീർ എന്നിവർ വേഷമിട്ട ഈ ചിത്രത്തിൽ ശോഭനയും അഭിനയിച്ചിരുന്നു. ചിത്രം റിലീസ് ചെയ്തത് 1986 സിനിമ റിലീസ് ചെയ്ത തൊട്ടടുത്ത വർഷമാണ് വാർത്ത വന്നിട്ടുള്ളത്. അമ്മയോടൊപ്പം അമേരിക്കയിൽ താമസമാക്കിയ പ്രേമാനന്ദ് ശോഭനയെ വിവാഹം ചെയ്യുമെന്നാണ് ചിത്രഭൂമിയുടെ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ളത്. വിവാഹശേഷം ശോഭന പൂർണ്ണമായും സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുമെന്നും അതിൽ പറഞ്ഞു. ശോഭനയുടെ വിവാഹ വാർത്ത തലപൊക്കിയതോടുകൂടി പ്രേമാനന്ദ് എവിടെ എന്ന അന്വേഷണത്തിലാണ് സോഷ്യൽ മീഡിയ. കഴിഞ്ഞ വർഷം പ്രേമാനന്ദിന്റെ കുട്ടിക്കാല ചിത്രങ്ങളിൽ ചിലത് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. അച്ഛനും അമ്മയ്ക്കുമൊപ്പം ഇരിക്കുന്ന കുട്ടിയുടെ ചിത്രങ്ങളായിരുന്നു അവ. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം പ്രേമാനന്ദ് വിവാഹിതനും നവീൻ എന്ന മകന്റെ പിതാവുമാണ്. മാധ്യമ പ്രവർത്തകനും ഫോട്ടോഗ്രാഫറുമായിരുന്നു എന്ന വിവരവും പുറത്തു വന്നു കഴിഞ്ഞു. നടി ശോഭനയുടെ വിവാഹ വാർത്തയായി ചിത്രഭൂമിയിൽ വന്ന റിപ്പോർട്ടാണിത്. രാഹുൽ ഹംബിൾ സനൽ എന്ന പേജിലാണ് ഈ പകർപ്പ് പൊങ്ങിയത്. ശോഭന അന്നു മുതൽ ഇന്നുവരെ സിനിമയിൽ സജീവമാണ്. മലയാള സിനിമയിൽ നിന്നും ഇടവേളയെടുത്ത വേളയിൽ അവർ നർത്തകി എന്ന നിലയിൽ പേരെടുത്തു. കുറച്ചു മാസങ്ങൾക്കു മുൻപ് ശോഭനയുടെ കൂടെ നിരവധി ചിത്രങ്ങളിൽ ജോഡിയായ മോഹൻലാലിനൊപ്പം അവർ തുടരും എന്ന മലയാള ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.